വേദി ഏതാണ്ട് 100% നമ്മുടെ ഹാളും ഏതാണ്ട് 100% നമുക്ക് പ്രഖ്യാപിക്കാം. നമ്മൾ അംഗം കുറിച്ചിരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ. ഞങ്ങൾ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നിലമ്പൂരിലെ കാര്യം എഴുതാം. ഇവിടെ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കണം. നമ്മൾ അംഗം കുറിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാനാണ്. ആരാണ് അതിന് നല്ലത് എന്ന് ഇനിയിപ്പോൾ വേറിട്ട് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPM ഇടതുപക്ഷം ഇവിടെ പ്രചരിപ്പിച്ചത്, പൊന്നാനിയിലൊക്കെ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളി, ഇല്ലെങ്കിൽ നിങ്ങൾ 2ാം ക്ലാസ് പൗരന്മാരാവും എന്നാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ചൂടാറുന്നതിൻ്റെ മുമ്പ് മലപ്പുറത്ത് വന്ന് പറയുന്നത്, ആ പറച്ചിൽ പറഞ്ഞത് ഈ നിലമ്പൂരിൽ വെച്ചാണ്. അവിടെ ചെന്ന ഭൂരിപക്ഷ സമുദായത്തിന് ശ്വാസം വിടാൻ കഴിയില്ല എന്ന്. അപ്പം എന്തും പറയാനുള്ള അര വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ ഒരു വോട്ടിനു വേണ്ടി മനുഷ്യൻ കൊണ്ടു നടക്കുന്ന മൂല്യമുള്ള മതസൗഹാർദ്ദത്തെ തകർക്കാനൊന്നും ഒരു മടിയുമില്ലാത്ത ഇത്തരം നിലപാടുകൾക്ക് ആണിയടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിജയം കൊണ്ടേ സാധിക്കും. കോൺഗ്രസ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പറയുന്നത്. ആ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് ഉറപ്പ് നൽകുന്നത്. ആർക്കായത് അറിഞ്ഞുകൂടാത്തത്? ആ വിശേഷ ബുദ്ധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തമുണ്ടായിരുന്നു എങ്കിൽ, ആ അവബോധം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നുവെങ്കിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളം വോട്ട് ചെയ്യുന്ന പോലെ അവരൊക്കെ വോട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ തോതിൽ ഇവിടെയൊക്കെ പല കാരണങ്ങളാൽ അവർക്ക് ഭിന്നിപ്പിക്കൽ തന്ത്രം ഫലവത്താവുന്നു. ഇവിടെയും നമുക്കറിയാം, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബാക്കിയുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി പോയ കാലഘട്ടമായിരുന്നു അധികവും. വലിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ ശിഹാബ് തങ്ങൾ മലപ്പുറം ജില്ലയിലെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിൽ തിരുവങ്ങാടി വന്ന് മത്സരിച്ചോളി, യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച മലപ്പുറം ജില്ലയിൽ ആർക്ക് വന്നും എവിടെ വന്നും തെരഞ്ഞെടുപ്പിന് നിൽക്കാം, അവിടെ ജാതിയും മതവും നോക്കുന്ന വോട്ടർമാരല്ല എന്ന് നമ്മൾ തെളിയിച്ചതല്ലേ. അതിലും വലിയൊരു മതേതരത്വം എന്താണുള്ളത് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം? ആ സ്ഥാനാർത്ഥിയുടെ സമുദായത്തിൽപ്പെട്ട വോട്ടർമാരേ ഇല്ലാത്തൊരു മണ്ഡലത്തിൽ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് AK ആന്റണി ജയിക്കുന്നു. മുഖ്യമന്ത്രിയെ മത്സരിപ്പിക്കാൻ അങ്ങനെയുള്ള ഒരു സീറ്റിൽ അല്പം ധൈര്യം വേണം. ആ ധൈര്യം കേരളത്തിലുള്ള നേതാവായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നോർക്കണം. കാരണം മുഖ്യമന്ത്രി തോറ്റ മുഖ്യമന്ത്രി മാത്രമല്ല, ഉപ്പ് വെച്ച കലം പോലെയാവും, മന്ത്രിസഭയെ പോവും. പക്ഷേ മന്ത്രിസഭ പോവില്ല എന്നും ആന്റണി ജയിക്കും എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ പറയാൻ തങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നു. അത്ര ഉറച്ച മതേതര നിലപാട് ഞങ്ങൾക്കുണ്ട്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇവർ മുനമ്പം കൊണ്ട് കിടക്കുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിൽ പ്രചാരാക്കാൻ നോക്കുന്നത്. ബാബരി മസ്ജിദിൻ്റെ കാലത്ത് ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അതുപയോഗിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ വർഗീയത വളർത്താൻ നോക്കിയപ്പോൾ ഏറെ പ്രയാസപ്പെട്ട് ഞങ്ങൾ നിന്ന് ചെറുത്ത് തോൽപ്പിച്ചതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു പ്രശ്നം വന്നുപെട്ടു, മുനമ്പം ആ പ്രശ്നം വെച്ച് അത് വിറ്റ് വോട്ടാക്കി മാറ്റാൻ വേണ്ടി അത് തീർക്കാതെ കൊണ്ടു കിടക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ പ്രചരണം. അത് തീർക്കാൻ നോക്കുന്ന അന്ന് ശിഹാബ് തങ്ങളുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നത് തീർക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നോക്കുന്ന നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് എന്ന് ആ ജനസമുദായത്തിനും ബോധ്യമായിട്ടുണ്ട്. ഒരു സംശയം ആർക്കും വേണ്ട. കാരണം ആദ്യം മുതൽ
അത് തീർക്കണം, അതിനൊന്നും തടസ്സമല്ല എന്ന് പറഞ്ഞ് മതസംഘടനകളെ മുഴുവൻ വിളിച്ച് ഒരൊറ്റ സ്റ്റാൻഡ് എടുപ്പിക്കാൻ അന്ന് ശിഹാബ് തങ്ങൾ, ഞാൻ പറഞ്ഞ AK ആന്റണിയുടെ കാലത്തെന്ന പോലെ ഇന്നും കഴിയുന്ന ലീഡർഷിപ്പ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് അത് വളർത്താൻ, അത് വലിയൊരു ഭിന്നിപ്പാക്കാൻ ഇവർക്ക് കഴിയാതിരുന്നത്. എന്നിട്ട് ചെയ്യുന്നത് എന്താ? 1/2 മിനിറ്റ് കൊണ്ട് ഒരു ഗവൺമെന്റിന് തീർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നം ആളിക്കത്തിച്ച് കൊണ്ടു നടക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുമ്പിലുണ്ട്, അവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. നടക്കൂല. കാരണം ഇത് കേരളമാണ്, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതാണ് പറഞ്ഞത്. കേരളത്തിൽ വന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെയുള്ള പ്രസംഗങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവരത്തരം വർഗീയത വളർത്താൻ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. ആ പരിപ്പ് ഇവിടെ പോവൂല. അതിനു വേണ്ടി ആര് കലം വച്ചിട്ടും ഒരു കാര്യമില്ല. അതിവിടെ ബാബരി മസ്ജിദിൻ്റെ കാലത്തും ഇപ്പോഴും എപ്പോഴും തെളിഞ്ഞ കാര്യമാണ്. മതേതര നിലപാടിൽ നമ്മൾ സ്ട്രോങ് ആണ്. നമുക്കറിയാം, ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം കടന്നുപോയി, AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലം കടന്നുപോയി, ഉമ്മൻചാണ്ടി, അന്ന് മാണി സാർ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീമായി ഇവിടുത്തെ ജനവിഭാഗം പുരോഗതി പ്രാപിച്ചു. ശ്രീ ആര്യാടൻ മുഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ നാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസപരമായി വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്.